പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷനിൽ പഠിച്ചത് ഓൾട്ടറേഷൻ, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതിൻ്റെ ഓൾട്ടറേഷൻ. അപ്പോൾ ഇന്ന് ഓൾട്ടറേഷൻ എന്ന് പറയുന്ന ഓൾട്ടറേഷൻ ഓഫ് എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ അൾട്രാ വൈറസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ടേം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്. ഇനി അൾട്രാ വൈറസ് എന്ന് പറയുന്നത് മാത്രം നിർത്താനുള്ള ഒരു കാരണം അത് നിങ്ങൾ മനസ്സിലെല്ലാം പതിയാനാണ്. അപ്പോൾ തൊട്ട് മുമ്പ് ആൾട്രേഷൻ്റെ കുറച്ചുകൂടി ഭാഗമുണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞു തരാം. നോക്കുക, ഇവിടെ A company which has raised money from the public through the prospectus and still has any utilized amount out of the money so raised shall not change its objects for which it is raised money through which the prospectus unless a special resolution is passed by the company. അതായത് ഒരു കമ്പനി കുറച്ച് പൈസ റൈസ് ചെയ്യുന്നു പ്രോസ്പെക്റ്റ് ഉപയോഗിച്ചിട്ട് പബ്ലിക്കിൽ നിന്നും, അതിനൊരു പർട്ടിക്കുലർ ഒബ്ജക്ട്സും പറയുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ഒബ്ജക്ട്സ് കഴിഞ്ഞാലും ഫണ്ട് ബാക്കിയുണ്ടെങ്കിൽ ആ ഫണ്ട് നമ്മൾ വേറൊരു പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി അവൻ അങ്ങനെയെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് കൊണ്ടുവരണം? ഈ ഒബ്ജക്ട്സിൽ എന്ത് ചെയ്യണം? വേറെ ഒബ്ജക്ട്സിന് വേണ്ടി ഇത് യൂസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ആൾട്ടർ ദ ഒബ്ജക്ട് ക്ലോസ് ഓഫ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ദ ഡീറ്റെയിൽസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ റെസ്പെക്ട് ഓഫ് സച്ച് റെസൊല്യൂഷൻ ഷാൽ ബി പബ്ലിഷ്ഡ് ഇൻ ദ ന്യൂസ് പേപ്പർ. അങ്ങനെ നിങ്ങൾ എന്ത് ആവശ്യത്തിനാണോ ഫണ്ട് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്തത്, ആ ആവശ്യം കഴിഞ്ഞിട്ടും കയ്യിൽ പണമുണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സ് അല്ലാത്ത വേറെ ഒബ്ജക്ട്സിന് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഓൾട്ടർ ചെയ്യേണ്ടി വരും? ഒബ്ജക്ട് ക്ലോസ് ഓൾട്ടർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഓൾട്ടർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ നിർബന്ധമാണ്. ഇവിടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത് അതിൽ പറയുന്നൊരു കാര്യം, ദ ഡീറ്റെയിൽസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ റെസ്പെക്ട് ഓഫ് സച്ച് റെസൊല്യൂഷൻ ഷാൽ ബി പബ്ലിഷ്ഡ് ഇൻ ദ ന്യൂസ് പേപ്പർ, വൺ ഇംഗ്ലീഷ് ആൻഡ് വൺ ഇൻ വെർനാങ്കുലർ ലാംഗ്വേജ്. വെർനാങ്കുലർ ലാംഗ്വേജ് പറഞ്ഞാൽ പ്രാദേശിക ഭാഷയിലും ഇംഗ്ലീഷിലും ഒരു നല്ലൊരു പത്രത്തിൽ അത്യാവശ്യം സർക്കുലേഷനുള്ള പത്രത്തിൽ കമ്പനിക്ക് കിട്ടിയ ഫണ്ട് ഭാഗമാറ്റി ചെലവഴിക്കുകയാണെന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ആരെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, ഡിസെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കം ഫോർവേഡ് ആൻഡ് ക്വിറ്റ് ഫ്രം ദ കമ്പനി, അത് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് രണ്ടാമത് വിച്ച് ഈസ് എൻ എ സർക്കുലേഷൻ അറ്റ് ദ പ്ലേസ് വേർ ദ രജിസ്റ്റേർഡ് ഓഫീസ്. നമ്മൾ മൊത്തമായിട്ടുണ്ട് കമ്പനി എവിടെയാണ് രജിസ്റ്റേർഡ് ചെയ്തത് അവിടെ മാത്രം ഇത് കൊടുത്താൽ മതി. പത്രത്തിൽ ഈ പരസ്യം ഓഫ് ദ കമ്പനി സിറ്റുവേറ്റഡ് ആൻഡ് ഷാൾ ഓൾസോ ബി പ്ലേസ്ഡ് ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനി രജിസ്റ്റേർഡ് ചെയ്ത ലൊക്കേഷനിലും അതുപോലെ തന്നെ ലൊക്കേറ്റ് ചെയ്ത കമ്പനിയുടെ ലൊക്കേഷനിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും ഇത് പബ്ലിഷ് ചെയ്യണം. ഇഫ് എനി ഇൻഡിക്കേഷൻ ദേ ആർ ഇൻ ദ ജുറിഡിക്കേഷൻ ഓഫ് സച്ച് ചേഞ്ച്. ഇനി ഇവിടെ പറയുന്നത് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ഷാൽ ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സിറ്റ് ബൈ ദ പ്രൊമോട്ടേഴ്സ്. അതായത് ആർക്കെങ്കിലും ഡിസെൻഡ് ഉണ്ടെങ്കിൽ, വിയോജിപ്പുണ്ട്, കമ്പനി ഇങ്ങനെ ഫണ്ട് മാറ്റി ചെലവഴിക്കുന്നതിന് വിയോജിപ്പുണ്ടെങ്കിൽ അവർക്ക് എക്സിറ്റ് ചെയ്യാനുള്ള അവസരവും നമ്മൾ നൽകേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ക്ലോസിൽ ആൾട്ടർ ചെയ്യേണ്ട സാധ്യത വരുന്നത് ഇങ്ങനെയാണ്. ഒരു കണ്ടീഷനിൽ വരിക ഫണ്ട് കൂടുതൽ നമുക്ക് റൈസ് ചെയ്യേണ്ടത്, ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ നിലവിൽ കിട്ടിയ ഫണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞു ബാലൻസ് വരികയാണെങ്കിൽ നമ്മൾക്ക് ആ ഫണ്ട് വേറെ കാര്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ടത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഒബ്ജക്റ്റ് ക്ലോസിലാണ്. ആ ക്ലോസിൽ നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. രണ്ടാമത് ഈ പാസ്സാക്കിയ റെസൊല്യൂഷൻസ് കമ്പനിയുടെ രജിസ്ട്രേഷൻ ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കമ്പനിയുടെ സ്ഥലം നിൽക്കുന്നിടത്തും അവിടുത്തെ പത്രത്തിൽ ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് പ്രാദേശിക ഭാഷയിലും, തമിഴാണെങ്കിൽ തമിഴ്, വട്ടവർ ഇറ്റ് ഈസ്, അതിൽ പബ്ലിഷ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഡിസെൻറ്റ് ഉണ്ടെങ്കിൽ, ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസും കൊടുക്കണം. ഇത്രയാണ് നമ്മൾ ഓൾട്ടറേഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി പറയുന്നത് കമ്പനി ഷാൾ രജിസ്റ്റർ എനി ഓൾട്ടറേഷൻ ഓഫ് ദ മെമ്മോറാണ്ടം വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി ആൻഡ് സർട്ടിഫൈ ദ രജിസ്ട്രേഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 30 days. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ഓൾട്ടറേഷൻസ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഫയലിംഗ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്ലോസ് ഓഫ് സബ്സെക്ഷൻ 6 പ്രകാരം അത് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്. ഇത് 2 മാർക്കിന് എന്തായാലും ചോദിക്കേണ്ട സാധ്യതയുള്ളതാണ്. നന്നായിട്ട് പഠിക്കണം. എന്താണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്? നോക്കുക. The ultra means beyond and virus means power. The term ultra virus a company means that
doing of the act is beyond the legal power and authority of a company. ഒരു കമ്പനിക്ക് നിയമപരമായി കിട്ടിയിട്ടുള്ള അധികാരത്തിന്റെ അപ്പുറത്തുള്ള എന്തെങ്കിലും പ്രവൃത്തി അവർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പ്രവൃത്തിയാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്. ഒരു കമ്പനീന്റെ ഒബ്ജക്റ്റ് ക്ലോസിൽ കൃത്യമായി പറഞ്ഞിരിക്കും ഒരു കമ്പനി ഇത്രയും കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ, അതിന് മാത്രമേ നിയമപരമായി സാധ്യതയുള്ളൂ, ലീഗൽ വാലിഡിറ്റി ഉള്ളൂ. എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കമ്പനി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് doctrine of ultravirus. Okay, the doctrine of ultravirus is an important in defining the limits the powers confirmed on the company by its memorandum of association. അതായത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ പറഞ്ഞിട്ടുള്ള കാര്യത്തിനേക്ക് അപ്പുറത്തേക്ക് പോകുന്നതാണ് അൾട്രാ വൈറസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നോക്കുക, അക്കോർഡിംഗ് ടു ദിസ് doctrine, the virus, that means power of a company to enter into a contract or a transaction, is limited by the ambit of the object clause of the memorandum and the provisions of the Companies Act. Whatever it is permitted by the object clause, whatever it is not permitted by the object clause and the act is prohibited by the doctrine of ultra virus. അൾട്രാ വൈറസ് നമ്മൾ അത് പ്രൊഹിബിഷൻ ആണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം. അപ്പോൾ അത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രിവെൻഷൻ ആണ്, അത്തരം ആക്ടിവിറ്റീസിലേക്ക് പോവരുത്. അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ അൾട്രാ വൈറസ് എന്ന് പറയാം. ഇഫ് എ കമ്പനി എക്സ്ചേഞ്ചസ് എനി ആക്ടിവിറ്റീസ് engages in any activity or enter into any contract which is ultra virus, അതായത് ഒരു കമ്പനി ചെയ്യുന്ന പ്രവൃത്തി അൾട്രാ വൈറസ് ആണെങ്കിൽ, അതായത് അവർക്കുള്ള അധികാര പരിധിക്ക് അപ്പുറത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൾട്രാ വൈറസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി മറ്റൊരു കമ്പനി കോൺട്രാക്റ്റിൽ ഏർപ്പെടും. എ എന്ന് പറയുന്ന കമ്പനിക്ക് FMCG പ്രൊഡക്റ്റ് ഡീൽ ചെയ്യാൻ മാത്രമുള്ള അധികാരമുള്ള കമ്പനിയാണ് വിചാരിക്കാം. ആ കമ്പനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് അൾട്രാ വൈറസ് ആയി. അപ്പോൾ ഈ FMCG ഡീൽ ചെയ്യുന്ന കമ്പനി ഒരു ഇൻഡസ്ട്രിയൽ കമ്പനിയായിട്ട് കോൺട്രാക്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് എന്തായിരിക്കും, ഇൻവാലിഡ് ആയിരിക്കും, വോയിഡുമായിരിക്കും. ഓക്കെ, outside the power confirmed by the memorandum or act, it will be null and void so far as the company is concerned, and it cannot be subsequently ratified or validated even if the all shareholders give their consent. ഇവിടെ വേറൊരു കാര്യം കൂടിയും പറയാം. കമ്പനി ചെയ്ത് തെറ്റാണ്, കമ്പനി അധികാര പരിധിക്ക് പോയി, അത് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെ നള്ളാണ്, വോയിഡാണ്. ഇനി കമ്പനിയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സ് ലേറ്റർ അത് റെക്ടിഫൈ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, റെക്ടിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും അത് വാലിഡേഷൻ കിട്ടില്ല. നമുക്ക് ഏജൻസിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെക്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവന് എന്താണ് ലീഗലൈസ്ഡ് ആയി എന്ന്. പക്ഷെ ഇവിടെ അതും പറ്റില്ല. Thus, under this doctrine, a company has the power to engage in only those such activities or enter into such transaction. ഈ ഒരു റൂൾ പ്രകാരം, ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് പ്രകാരം ഒരു കമ്പനിക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിച്ച് are essential to the attainment of the objective specified in the memorandum. മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാൻ അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാം. വിച്ച് ആർ റീസണബിളി ആൻഡ് ഫെയർലി ഇൻസിഡൻ്റൽ ടു ദ മെയിൻ ഒബ്ജക്ട്സ്. അതും ആ ലക്ഷ്യം നേടാൻ നല്ല രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. വിച്ച് ആർ പെർമിറ്റഡ് ബൈ ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ അതും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും പറയുന്നു. അൾട്രാ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ആ കമ്പനിയുടെ പവറിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്ട്സിനെ ബൈപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തിട്ട് മറ്റൊരു പ്രവർത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനൊരിക്കലും ലീഗൽ വാലിഡിറ്റി ഇല്ല, അത് നമുക്കൊരിക്കലും കോർട്ടിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ വിളിക്കുക the doctrine of ultra virus. Don't be confused. If a company do any activities that beyond its power, it is called ultra virus. I hope you understood. Okay, thank you.